Hi, hello. Welcome you all to Entry Up. I am Kavya. അപ്പം HSST എക്കണോമിക്സിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ദാ അടുത്തെത്തി കഴിഞ്ഞു അല്ലെ. 31-ാം തീയതിയോട് കൂടി എക്കണോമിക്സിന്റെ നോട്ടിഫിക്കേഷൻ വരും. എക്കണോമിക്സ് മാത്രമല്ല HSSTയിൽ തന്നെ ബൾക്കായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും എന്നാണ് ഇപ്പൊ ഡിക്ലറേഷൻ വന്നിട്ടുള്ളത് കേരള PSCയുടെ ഭാഗത്ത് നിന്ന്. സോ വിച്ച് മീൻസ് നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് വരാനായിട്ടിരിക്കുന്നത് അല്ലെ. അധ്യാപകരാവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും PED കഴിഞ്ഞിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിന്റെയും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. അതാണ് അല്ലെങ്കിൽ ആ ഒരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഇനി ലഭിക്കാനായിട്ടുള്ളത്. പലപ്പോഴും പല കാൻഡിഡേറ്റ്സും ഞങ്ങളോട് ചോദിക്കാറ് ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ്. കാരണം നമുക്കറിയാം ഇതൊരു വളരെ വലിയ സാലറി പാക്കേജോട് കൂടി തന്നെയാണ് HSST ഇക്കണോമിക്സ് അല്ലെങ്കിൽ HSST എന്ന് പറയുന്ന ജോബ് കേരള PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത്. സോ എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത്. അപ്പൊ അത് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തറിഞ്ഞിരിക്കണം, നമ്മുടെ സിലബസ് എത്ര ഡെപ്ത് ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഏതെല്ലാം ഏരിയകളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാനായിട്ടുള്ളത് മുതലായ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം ഉണ്ട്. So let's start. Once again, welcome you all to this video. So Kerala Higher Secondary Education ആണ് ബേസിക്കലി അല്ലെങ്കിൽ കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കാണ് ബേസിക്കലി ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഇക്കണോമിക്സ് നോട്ടിഫിക്കേഷൻ ആണ്. സീനിയർ പോസ്റ്റുകളിലേക്ക് വിളിക്കാറില്ല, ജൂനിയർ പോസ്റ്റുകളിലേക്കാണ് ഇവിടെ നോട്ടിഫിക്കേഷൻ വരുന്നത്. വളരെ ബൾക്കായിട്ടുള്ള രീതിയിൽ, ചുമ്മാ പറയുന്നതൊന്നുമല്ല, വളരെ ബൾക്കായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അപ്പോയിന്റ്മെന്റ് നടക്കാനായിട്ട് പോകുന്നത്. സ്കെയിൽ ഓഫ് പേ പറയുന്നത് 45,600 മുതൽ 95,600 വരെയാണ് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ്, ഇതൊരു സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാം ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ സാലറി പാക്കേജ് തന്നെയാണ് ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫിഗർ. അതിലും ഉപരിയായി അധ്യാപകരാവുക, അതേപോലെ +1 +2 പഠിപ്പിക്കുന്ന അധ്യാപകരാവുക എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അതിലേക്ക് തന്നെയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഈ ഒരു നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുന്നത്. നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ സിലബസ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പൊ ഇതില് ബേസിക് ആയിട്ട് പല ഭാഗങ്ങളായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തത്. പാർട്ട് 1 എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ജനറലി 7 മൊഡ്യൂളുകളായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തത്. മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. 10 മാർക്കിനാണ് മൈക്രോ എക്കണോമിക്സ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മൈക്രോ ഇക്കണോമിക്സില് ആഡഡ് ആയിട്ടുള്ള പ്രാഗ്മാറ്റിക് അപ്രോച്ച്, ഹൊത്തേക്കർ ടൈലർ മെത്തേഡ്, നെർലോവ് പ്രിൻസിപ്പിള്, കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ഫംഗ്ഷൻ, ഡിസ്ട്രിബ്യൂട്ടഡ് ലാഗ്ഡ് മോഡൽസ്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ധാരാളമായി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ജനറൽ ഇക്വിലിബ്രിയം ആണ്. പാരറ്റോ ഒപ്റ്റിമാലിറ്റി, കാൾഡർ ഹിക്സ് ക്രൈറ്റീരിയ, സ്കിറ്റോവിസ്കി മുതലായ ഏരിയാസ് ആണ് വരുന്നത്. മൊഡ്യൂൾ 3 ആണെങ്കിൽ മാക്രോ എക്കണോമിക്സ് ആണ്. അവിടെയാണെങ്കിൽ നമുക്കറിയാം ക്ലാസിക്കൽ വേഴ്സസ് കെയ്നീഷ്യൻ അപ്രോച്ച് എന്ന് പറയുന്ന ഒരു സബ് ഡിവിഷൻ ഉണ്ട്. ISLM, ഓപ്പൺ എക്കോണമി, മുണ്ടൽ ഫ്ലമ്മിംഗ് മോഡല്, ഇതൊക്കെ ഈ ഏരിയയിലാണ് കവർ ചെയ്യുന്നത്. മൊഡ്യൂൾ 4 നമ്മുടെ മൈക്രോയില് അഡീഷൻ സംഭവിച്ച പോലെ തന്നെ മാക്രോയില് ആഡ് ഓൺ ചെയ്യപ്പെട്ടിട്ടുള്ള ടോപ്പിക് ആണ്, അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ ആണ്. അതിന്റെ അകത്ത് ബേസിക്കലി കെയ്നീഷ്യൻ കൗണ്ടർ റെവല്യൂഷൻ, ഡുവൽ ഡിസിഷൻ, അതേപോലെ വാൾറേഷ്യന്റെ ജനറൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ബിസിനസ് സൈക്കിൾ, അതൊക്കെയാണ് ഏകദേശം ആ ഒരു പോർഷനിൽ കവർ ചെയ്യുന്നത്. ഇനി മൊഡ്യൂൾ 5ലേക്ക് കടന്നാൽ വളരെ ഇമ്പോർട്ടന്റ് ആയി കറണ്ട് അഫയേഴ്സ്, എക്കണോമിക്സിലെ തന്നെ കറണ്ട് അഫയേഴ്സ് കവർ ചെയ്യുന്ന ഒരു ഭാഗമാണ് മൊഡ്യൂൾ 5 എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് നിങ്ങൾ സെൻസസ് റിപ്പോർട്ട്, ബഡ്ജറ്റ്, അത് ബേസിക് ആയി കേരള ബഡ്ജറ്റും നിങ്ങൾ നോക്കണം, യൂണിയൻ ബഡ്ജറ്റും നോക്കണം,
അവിടെ നമ്മൾ നോക്കുമ്പം വെറും 2025-ന്റെയോ അല്ലെങ്കിൽ 24 അങ്ങനെയല്ല, നമ്മൾ ഓവർ ടൈം പീരീഡ് തന്നെ ഓരോ ഏരിയയിലും ട്രെൻഡുകളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊന്ന് പഠിക്കണം. മൊഡ്യൂൾ 6 എന്ന് പറയുന്നത് ഫിസിക്കൽ, ഫൈനാൻഷ്യൽ ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ അല്ലെങ്കിൽ ഇഷ്യൂസ് ആണ് കവർ ചെയ്യുന്നത്. അത് 10 മാർക്കിനാണ് വരുന്നത്. ടോട്ടൽ 70 മാർക്കിനാണ് പാർട്ട് 1 ഉള്ളത്. ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മൊഡ്യൂൾ 6 പഠിക്കാനായിട്ടുള്ളത്. മൊഡ്യൂൾ 7 ആണെങ്കിൽ ചിലവർ പറയാറുണ്ട്, അയ്യോ ഞങ്ങൾ എക്കണോമിക്സ് എടുത്തത് തന്നെ മാത്സ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ബട്ട് there are maths elements എന്ന് പറയാറുണ്ട് അല്ലെ. QT ആണ് ബേസിക്കലി അവിടെ വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സും കൂടാതെ എക്കണോമെട്രിക്സും കൂടിയാണ് മൊഡ്യൂൾ 7 നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. QT ആണ്, അവിടെ എക്കണോമെട്രിക്സും കാണാം. എക്കണോമെട്രിക്സ് എന്ന് പറയുമ്പോൾ ചിലവർ വളരെ ആഴത്തിൽ പഠിക്കാറുണ്ട്. അങ്ങനെയല്ല, എക്കണോമെട്രിക്സിന് ഇപ്പൊ ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു 100 അല്ലെങ്കിൽ ഒരു 150 സെറ്റ് കൊടുക്കും. അപ്പൊ ഈ സെറ്റില് ഏകദേശം ഒരു 10 ചോദ്യം വെച്ചിട്ടായിരിക്കും കാണുന്നത്. അതിനെ മാത്രം അല്ലെങ്കിൽ അതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ തന്നെ എക്കണോമെട്രിക്സ് നിങ്ങൾക്ക് ക്ലാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സും വളരെ ടഫ് ആയിട്ടുള്ളതാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതല്ല, നമ്മളെ കൊണ്ട് പറ്റാത്തതായി ഒന്നുമില്ല അല്ലെ. അപ്പൊ നമ്മള് മാക്സിമം നമ്മളുടെ പൊട്ടൻഷ്യാലിറ്റി ഇറക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ. പാർട്ട് 2 കടന്നാൽ അവിടെ റിസർച്ച് മെത്തഡോളജി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവായി തന്നെ നിങ്ങൾ അവിടെ ആൻസർ മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരു കുട്ടി ലേറ്റ് ആയി ക്ലാസ്സിൽ വരുന്നു, സ്ഥിരമായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ, ഞാൻ കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി, അങ്ങനെയല്ല, റീസൺ മനസ്സിലാക്കി, അതാണ് അല്ലെ. നെക്സ്റ്റ് കംസ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. റിസർച്ച് നിങ്ങൾക്ക് ഇവിടെയും കാണാം. അതേപോലെ തന്നെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ മേഖലയിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ റിസർച്ചിലും ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി 500 സെറ്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കും. ആ 500 സെറ്റ് ക്വസ്റ്റ്യൻ കുട്ടി പഠിക്കുന്നു. അതിന്റെ ഉപരിയായി യാതൊരു രീതിയിലുള്ള ചോദ്യങ്ങളും ഇതിൽ നിന്ന് വരില്ല, അത് ഞങ്ങളുടെ ഗ്യാരണ്ടി ആണ്. ഇനി അടുത്തത് പാർട്ട് 3 കടന്നാൽ അവിടെയും 5 മാർക്ക് വെച്ച് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കാലാകാലങ്ങളായി ചോദിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവർ റിപ്പീറ്റഡ് ആയിട്ട് ഈ മേഖലയിൽ ചോദിക്കുന്നത്. അതേപോലെ സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ പ്രോഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് ധാരാളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ പാർട്ട് 4 കടന്നാൽ റിനൈസൻസ് ഇൻ കേരള, അത് ഇമ്പോർട്ടന്റ് ആണ്. എഫേർട്സ് ടു റിഫോം ദ സൊസൈറ്റി, റോൾ ഓഫ് പ്രസ്. ഈ പ്രസ് ഒക്കെ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പക്ഷെ വളരെ ആഴത്തിലൊന്നുമല്ല. ഇത് പബ്ലിഷ് ചെയ്തത് ആരാണ്, ഇത് എവിടെയാണ് പബ്ലിഷ് ചെയ്തത്, ആദ്യമായിട്ട് ആരാണ്, മുതലായ കോൺസെപ്റ്റുകളാണ്. അവേക്കനിങ് ത്രൂ ലിറ്ററേച്ചർ, നോവൽ, അതുപോലെ നോവൽ, ഡ്രാമ, അങ്ങനെ പോയിട്രി മുതലായ കാര്യങ്ങൾ. വിമൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്, റിഫോമേഴ്സ് ആണ് അവിടെ വരുന്നത്. എല്ലാ റിഫോമേഴ്സും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ലീഡേഴ്സ് ഓഫ് ദ റിനൈസൻസ്, അതുപോലെ ലിറ്റററി ഫിഗേഴ്സും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെയുള്ള 5 മാർക്ക് ജനറൽ നോളേജ് ആണ്. അത് ക്രിസ്റ്റൽ ക്ലിയർ ആയി തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം സാധാരണ ഒരു എക്സാം പോലെ അല്ല അല്ലെ, ഇവിടെ കൂടുതൽ ടീച്ചിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ജനറൽ നോളേജ് അല്ലെങ്കിൽ കറന്റ് അഫയേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ജനറൽ നോളേജും കറന്റ് അഫയേഴ്സ് ഒക്കെ ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ഒന്ന് നമ്മള് സാധാരണ രീതിയിൽ വായിച്ചാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ജനറൽ നോളേജും കറന്റ് അഫയേഴ്സും. അപ്പം ഇതിൽ ടോട്ടൽ 70, ഇവിടെ രണ്ടും കൂടെ കൂട്ടി 80, 85, 90, 95, 100, ഇങ്ങനെ 100 മാർക്കിനാണ് എക്സാം. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഐഡിയ കിട്ടി അല്ലെ സിലബസ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, പ്രാക്ടീസ് വെൽ. അതായത് 6 മുതൽ 8 മണിക്കൂറെങ്കിലും നിങ്ങൾ HSST പഠിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഡിവോട്ട് ചെയ്യണം. ഇതെന്റെ സ്വപ്നമാണ്, എന്റെ ഉറക്കം ചിലപ്പോൾ ഞാൻ ത്യജിക്കേണ്ടതായി വരും. ബട്ട് ഐ ആം റെഡി ടു ഡു ദാറ്റ്. കാരണം എനിക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് ആ സ്വപ്നം? അധ്യാപകനാവുക അല്ലെങ്കിൽ അധ്യാപികയാവുക, ഒരു HSST അധ്യാപകരാവുക എന്നുള്ളതാണ് സ്വപ്നം. ഈ ചാൻസ് നിങ്ങൾ കളഞ്ഞാൽ, നമുക്കറിയാം ലയനമാണ് വരാൻ പോകുന്നത്. PSC ഒരു എക്സാം ഇപ്പൊ 2026 ഒരു എക്സാം HSSTയുടെ എക്സാം കണ്ടക്ട് ചെയ്യും, എന്തായാലും കണ്ടക്ട് ചെയ്യും. 2029 വരെയാണ് റാങ്ക് ലിസ്റ്റ്.
2030 ലയനം സംഭവിക്കാൻ പോവാണ്. HSST എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഇനി വിളിക്കുമോ എന്ന് നമുക്കറിയില്ല, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന്. സോ നമ്മളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. മാക്സിമം പൊട്ടൻഷ്യാലിറ്റിയോട് കൂടി പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഏതൊരു പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പും സിലബസ് A to Z നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ സിലബസ് ഡൗൺലോഡ് ചെയ്ത് എന്ത് ചെയ്യുക, പഠിച്ച് അത് ഫ്രൂട്ട്ഫുൾ ആയി ഉപയോഗിക്കാം. റിവൈസ് ചെയ്യുക. എത്രത്തോളം സമയം നിങ്ങൾക്ക് മോർണിംഗിൽ നിങ്ങൾക്ക് മാക്സിമം പൊട്ടൻഷ്യലായി അല്ലെങ്കിൽ മാക്സിമം ടൈം ഡിവോട്ട് ചെയ്തുകൊണ്ട് തന്നെ റിവൈസ് ചെയ്ത് പഠിക്കാം. നിങ്ങളുടെ ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യണം. എന്താണ് എന്റെ ലക്ഷ്യം, എങ്ങനെയാണ് ഞാൻ പ്രൊസീഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു മാർക്കിംഗ്, നമുക്ക് പേപ്പേഴ്സ് ഒക്കെ കിട്ടും അല്ലെ, സ്റ്റിക്കേഴ്സ് കിട്ടും, അതെല്ലാം സെറ്റ് ചെയ്ത് റൂമിലൊക്കെ എൻട്രി ചെയ്തിരുന്ന് പഠിക്കുക. ടൈം ടേബിളോട് കൂടി തന്നെ നിങ്ങൾ സ്ട്രക്ചറൈസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് എന്താ ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ പഠിച്ചു തീർക്കും എന്നൊരു ഐഡിയ കിട്ടും. PYQs, മാക്സിമം PYQs നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ട്രിക്സ് നിങ്ങൾ സ്ട്രക്ചറലൈസ് ചെയ്യുക. നിങ്ങളുടെ ട്രിക്സ് എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ എന്ത് ചെയ്യുക, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഒന്നിനും തടസ്സമല്ല നമ്മൾ റെഡിയാണെങ്കിൽ. APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, സ്വപ്നം എന്ന് പറയുന്നത് ഉറക്കത്തിൽ കാണുന്ന ഒന്നല്ല, മറിച്ച് ഉറങ്ങാൻ അനുവദിക്കാത്തത് എന്താണോ അതായിരിക്കും നമ്മുടെ സ്വപ്നം. ഇന്നു മുതൽ HSST ജേർണി ആരംഭിക്കുകയാണ്. ഞാനൊരു എക്കണോമിക്സ് ടീച്ചർ ആകും എന്നുള്ളത് എനിക്ക് ഉറപ്പായ കാര്യമാണ്. ഒരൊറ്റ വേക്കൻസിയാണ് ഉള്ളതെങ്കിലും ആ ഒരൊറ്റ വേക്കൻസിക്ക് വേണ്ടി ഞാൻ പഠിക്കും. കാരണം ആ ഒരു വേക്കൻസി എനിക്കായി കാത്തിരിക്കുന്നു. അപ്പൊ നമ്മളുടെ എൻട്രിയിൽ HSST ഇക്കണോമിക്സിന്റെ കോഴ്സ് ഒക്കെ ഓൾറെഡി തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എക്കണോമിക്സ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കോഴ്സസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ ദ ഡേറ്റ് അല്ലെ, ആ ഒരു ഡേറ്റിന് വേണ്ടി നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ മുഹൂർത്തത്തിന് വേണ്ടി നമ്മളെല്ലാവരും വളരെ ഈഗറായി കാത്തിരിക്കുകയാണ് നമ്മുടെ സ്വപ്നം പൂർത്തീകരിക്കാനായി. എൻട്രിയുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു ഓൾ. സ്റ്റേ ബ്ലെസ്ഡ്.